വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്ക് ഇന്നുണ്ടല്ലോ ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് വലിച്ചു നീട്ടി പറയാനില്ല. നമ്മൾ ഔട്ട്ഡോർ പോയിട്ടുള്ള കാര്യങ്ങളോ വിശേഷങ്ങളോ ഒന്നുമല്ല. ഒരു കുഞ്ഞൊരു കാര്യം എന്നാൽ വലിയൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. യൂട്യൂബിൽ ഇതിനെപ്പറ്റി ഒരുപാട് വീഡിയോസ് ഉണ്ട്. പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ട്രൂ വാല്യൂ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ വളരെയധികം എക്സ്പീരിയൻസ് ചെയ്ത, എൻ്റെ ചുറ്റുമുള്ളവർ കുറേയധികം എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം, ആ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടത്തെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതായത് ഇപ്പം എനിക്ക് 29 ആണ്. എൻ്റെ ഒരു അമ്മയുടെ ആ ഒരു ഏജിന് അങ്ങോട്ടേക്ക് മുകളിലേക്കുള്ള ഒറ്റ ആൾക്കും എന്താണ് ഈ പോസ്റ്റ്മോർട്ടം, വളരെ ചുരുക്കം ആൾക്കാർക്കല്ലാണ്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു 10% ആൾക്കാർക്ക് മാത്രമാണ് വാട്ട് ഈസ് പോസ്റ്റ്മോർട്ടം എന്നറിയുള്ളൂ. അതല്ലാത്ത നമ്മുടെ അമ്മമാർക്ക് അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ജനറേഷൻ ആർക്കും ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ല. അതിൻ്റെ ഒരു ഏറെക്കുറവുകളാണ് ഇപ്പോഴുള്ള പെൺകുട്ടികളിൽ പോസ്റ്റ്മോർട്ടത്തിന് കൂടുതൽ സാധ്യത എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യമാണ്. എനിക്ക് ഡെലിവറിക്ക് മുമ്പ് നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ കഞ്ഞിവെള്ളത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല, അങ്ങനെ കുറച്ച് സ്മെല്ലുകളിനോട്, അതായത് പിന്നെ കറി താളിക്കുന്ന ആ ഒരു സ്മെല്ല് ഇഷ്ടമല്ല, അങ്ങനെ കുറേ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എനിക്കിതൊന്നും ആയിരുന്നില്ല. ഇതൊക്കെ വളരെ ലിമിറ്റായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര കൂടുതലായിട്ടുണ്ടായിരുന്നത് സൗണ്ട് ഭയങ്കര അലർജി ആയിരുന്നു എനിക്ക്. ഒരു ചെറിയ സൗണ്ട് കേട്ടാൽ പോലും ഞാൻ അപ്പോൾ വൊമിറ്റ് ചെയ്യും, അങ്ങനെയായിരുന്നു. അപ്പം എന്താ പറയുക, നമ്മുടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാമെന്നാണെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് വയ്ക്കുന്ന സമയത്ത് എൻ്റെ ഒരു നൈബറിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കൊറോണ സമയത്താണ് ഞാൻ ക്യാരിങ് ആവുന്നത്. അപ്പോൾ അത് കാരണം കൊറോണ സമയത്തുള്ള കല്യാണങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് കാരണം ഈ വീട്ടിൽ ഈ പറഞ്ഞ മാതിരി ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവർ സ്റ്റേജും കാര്യങ്ങളൊക്കെ കെട്ടിരുന്നത്. നമുക്ക് വീടിൻ്റെ അകത്തിരുന്നാലും അവിടുത്തെ ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കാം. ആ കല്യാണത്തിന് തലേദിവസം അന്നായിട്ട് ഞാൻ ഛർദ്ദിച്ചു കൂട്ടിയതിന് കയ്യും കണക്കില്ല. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ അവരോട് നിങ്ങളുടെ കല്യാണം മാറ്റി വയ്ക്കാനോ അല്ലെങ്കിൽ ഒച്ചപ്പാടില്ലാണ്ട് കല്യാണം നടത്താനോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. അവരത്രയ്ക്ക് ആഗ്രഹിച്ച് നടത്താനൊരു കല്യാണം, എനിക്ക് അവിടെ നിന്ന് മാറിപ്പോകാനൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ചാൻസ് എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ പിടിച്ച് നിൽക്കാതെ കുറേ നേരമൊക്കെ ചെയ്തിരുന്നു. റൂമിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. എൻ്റെ ആദ്യത്തെ 3 മാസം ഞാൻ റൂമിൽ തന്നെയായിരുന്നു. എന്നെ പൂട്ടിയിട്ടതൊന്നുമല്ല, ഞാനായിട്ടിരുന്നതാണ്, കാരണം എനിക്ക് സൗണ്ട് പറ്റണില്ല. അപ്പോൾ ഈ ഒരു വെറൈറ്റി സംഭവം കേട്ടപ്പോൾ തന്നെ നമ്മുടെ വീട്ടുകാരൊക്കെ ആകെ വണ്ടടിച്ച് പോയി. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ എൻ്റെ ആദ്യമൊക്കെ ഒരു പറഞ്ഞതിൻ്റെ തോന്നലാണ്. പക്ഷേ എനിക്ക് പറ്റുന്നില്ല. പിന്നെ ഇത് സൗണ്ട് വരുമ്പോൾ ഞാൻ ഛർദ്ദിക്കണ കാണുമ്പോൾ അവർക്ക് മനസ്സിലായി ഇത് പറ്റാണ്ട് തന്നെയാണ് എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ളൊരു വെറൈറ്റി സാധനങ്ങളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പം നമ്മുടെ വീട്ടുകാർക്കൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി വരെ പ്രശ്നം ഉണ്ടാവുള്ളൂ, ഡെലിവറി കഴിഞ്ഞ് ഇവൾ ഓക്കെ ആവും, പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മുടെ വീട്ടുകാർ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഞാനും അങ്ങനെ തന്നെ, എന്നെ ആശ്വസിപ്പിച്ചിരുന്നതും അത് പറഞ്ഞിട്ട് തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഡെലിവറിക്ക് നമ്മൾ പോയി. നമ്മുടെ വാവേനെ നമ്മൾ പ്രസവിച്ചു എന്നല്ല, എനിക്ക് സെക്ഷൻ ആയിരുന്നു, സിസേറിയനായിരുന്നു, നോർമൽ ഡെലിവറി ആയിരുന്നില്ല. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഇങ്ങനെ പോകുന്ന സാധനം, അതുവരെ നമുക്ക് ഈ വൊമിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ പോകുന്ന സാധനം ഇതിങ്ങനെയായിട്ട് തിരിഞ്ഞു. അതായത് എൻ്റെ ബോഡിയും എൻ്റെ മനസ്സും രണ്ടും രണ്ടോടത്തേക്കായി എന്നുള്ളത് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഞാൻ ചച്ചുമോനെ ക്യാരിങ് ആയപ്പോൾ തന്നെ നന്നായിട്ട് ഞാൻ വണ്ണം വെച്ചു. നന്നായിട്ട് വണ്ണം വെക്കാന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വണ്ണം വെച്ചു. ഡെലിവറി അങ്ങനെ പ്രഗ്നൻസിയിൽ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇൻസുലിൻ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറുതായിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇൻസുലിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ക്യാരിങ് ആയ അന്ന് മുതൽ ഞാൻ കേൾക്കുന്ന ഒരു സംഭവമാണ്, എനിക്ക് ഒരിക്കലും നോർമൽ ഡെലിവറി കിട്ടത്തില്ല. ഡോക്ടറല്ല കേട്ടോ, നമ്മുടെ കൂടെ അറിവുള്ള കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. എനിക്ക് അറിവുണ്ട് എന്ന് ഞാൻ സ്വയം അഹങ്കരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവരൊക്കെ വിധി എഴുതി എനിക്ക് ഒരിക്കലും നോർമൽ കിട്ടില്ല, എനിക്ക് ഹൈറ്റ് കുറവാണ്, സോ എനിക്ക് നോർമൽ കിട്ടില്ല. അങ്ങനെ നമ്മൾ കുഞ്ഞിനെ കയ്യിൽ കിട്ടി. അവരെല്ലാം വിധി എഴുതിയ പോലെ തന്നെ എനിക്ക് നോർമൽ കിട്ടിയില്ല, സെക്ഷനായിരുന്നു. അപ്പോൾ ഒരുവിധം എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്നത് നോർമൽ ഡെലിവറി കിട്ടണം, ആ വേദന അറിഞ്ഞ് പ്രസവിക്കണം എന്നുള്ളത് ഒരുവിധം പെൺകുട്ടികളും ആഗ്രഹിക്കുന്നതാണ്. അതുപോലത്തെ ഒരു പെൺകുട്ടിയായിരുന്നു ഞാനും. എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു വേദന അറിഞ്ഞ് പ്രസവിക്കാൻ വേണ്ടിയിട്ട്. നടന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ കൊച്ചിനെ കയ്യിൽ കിട്ടി. നമുക്കറിയില്ല, ആദ്യമായിട്ട് കിട്ടണ കൊച്ചാണ്, എങ്ങനെ ഉറക്കണം, എങ്ങനെ പാല് കൊടുക്കണം ഒന്നും അറിയില്ല.
എങ്ങനെ എടുക്കണം എന്ന് കൂടി എനിക്കറിയില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന കുഞ്ഞു വാവ എൻ്റെ മോനാണ്. അങ്ങനെ നമ്മൾ ഈ മുതലിനെ നമ്മളെടുത്ത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ രാത്രി കൊച്ചിൻ്റെ കരച്ചിൽ തൊട്ടപ്പുറത്ത് റൂമിലത്തെ ആൾക്കാരും കേൾക്കുന്നുണ്ട്. പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് ഓരോ കമൻറ്റായി. വേറെ ഒന്നും ആയിരുന്നില്ല, സി സെക്ഷൻ ആയിരുന്നു അല്ലേ. പാലുണ്ടാവില്ല കേട്ടോ, ഡോക്ടറോട് പറഞ്ഞിട്ട് എന്തെങ്കിലും പൊടി കലക്കി ഡോക്ടർ എഴുതി തരും. അപ്പോൾ അത് കൊച്ചിന് കൊടുത്തോ. അവർ MBBS എടുത്ത ആൾക്കാരാണല്ലോ. സത്യമായിട്ടും തേക്കാതെ ചുമരുമ്പോൾ അവരുടെ മോന്ത പോയിട്ട് ഉരയ്ക്കാൻ എനിക്ക് അന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോഴും എനിക്കറിയുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾക്ക് ഇപ്പം നമ്മൾ പ്രസവിച്ച് നമ്മൾ കുട്ടീനെ കാണാൻ അമ്മേനെ കാണാൻ നമ്മൾ പോകുന്നൊരു ചടങ്ങുണ്ടല്ലോ. നമുക്ക് പോവാം, കുട്ടീനെയും കാണാം അമ്മേനെയും കാണാം, സന്തോഷത്തിൽ നമുക്ക് തിരിച്ചു പോരാം. അതിൻ്റെ ഇടയിൽ നമ്മുടെ കമൻസിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഡോക്ടർമാർക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് പണ്ടത്തെ പോലെ വീട്ടിൽ പ്രസവിച്ചാൽ പോരെ. കാരണം നമുക്ക് അറിവുള്ള ആൾക്കാരാണല്ലോ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നമ്മൾ പ്രസവിച്ചൊരു അമ്മേനെയും ഒരു കുട്ടീനെ, അമ്മേനെയും കുട്ടീനെ നമ്മൾ കാണാൻ പോകുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ മാക്സിമം കുറയ്ക്കുക. ഹെൽത്തി ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അത് അറിവുണ്ടെങ്കിൽ മാത്രം പറയാം. വെറുതെ അറിവില്ലാണ്ട് ഒരിക്കലും നമ്മൾ സംസാരിക്കരുത്. അതെപ്പോഴും ബാധിക്കുക ആ അമ്മേനെയാണ്. അമ്മേനെ ബാധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കുട്ടീനെയും ബാധിക്കും. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ എനിക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആകെ അപ്പുറത്ത് റൂമിലത്തെ ആൾക്കാരാണെന്നാണെങ്കിലും നമ്മുടെ ഒരു മൈൻഡ് അപ്പോൾ ഭയങ്കര ഡിസോർഡർ ആയിട്ടിരിക്കുന്നൊരു സമയമാണ്, ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ടൈം. അപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഡോക്ടർ വന്നു. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ പാലില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്, കുട്ടി രാത്രി കരച്ചിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത്, കുട്ടിയല്ലേ, കുട്ടി കരയണ്ടേ, എന്നാലല്ലേ കൊച്ച് വളർച്ചയ്ക്ക് ഉണ്ടാവുള്ളൂ, നമുക്കതൊക്കെ അറിയണമെങ്കിൽ കൊച്ച് കരയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, പാല് നമുക്ക് നോക്കാം എന്നിട്ട് ഡോക്ടർ നമ്മൾ ചെക്ക് ചെയ്തു. ഡോക്ടർ പറഞ്ഞു, യാതൊരുവിധ ടെൻഷൻ അടിക്കേണ്ട, കൊച്ചിന് ഫോർമുല കൊടുക്കണ്ട, മോള് ടാബ്ലറ്റ്സും കഴിക്കേണ്ട, മോൾക്ക് പാലുണ്ട്, കുട്ടിക്ക് ധൈര്യമായിട്ട് പാല് കൊടുത്തോ. അങ്ങനെ നമ്മൾ ആ വിശ്വാസം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ടും നമ്മുടെ കൊച്ച് കരച്ചിൽ തന്നെയാണ് രാത്രി. നമുക്കറിയണില്ല എന്തുകൊണ്ടാണ് നമുക്ക് അറിയണത് എന്നുള്ളത് നമുക്കറിയണില്ല. അപ്പോഴും നമുക്ക് നമ്മുടെ അയൽവക്കത്തുള്ള ആൾക്കാർ, നമ്മളൊക്കെ തൊട്ടടുത്തടുത്ത് വീട്ടുകാരുള്ളവരാണ്. അവരും പിന്നെ നമ്മൾ ഫോൺ വിളിച്ചൊക്കെ ചോദിക്കുമല്ലോ ഓരോരുത്തർ, എങ്ങനെയുണ്ട് വാവ. കരച്ചിലാണ് രാത്രിയിൽ ചെറുതായിട്ട്. കരച്ചിലാണെങ്കിൽ പാല് കിട്ടാണ്ടാണ് കൊച്ച് കരയണം. കൊച്ചിന് വിശപ്പ് മാറണില്ല, അതിനെന്തെങ്കിലും കലക്കി കൊടുക്ക്, കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ വേണമെങ്കിൽ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഏത് മാസം തികയാത്തൻ്റെ കിടാവിന് ഇങ്ങനെ വരെ പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചും കൂടി എന്തൊക്കെയോ അറിവ് എവിടെ നിന്നൊക്കെയോ കിട്ടിയത് കൊണ്ട് ഞാൻ തീർത്ത് പറഞ്ഞു, 6 മാസം ആവാണ്ട് എൻ്റെ കൊച്ചിനെ ഞാൻ ഒരു സാധനം ഞാൻ കൊടുക്കില്ല, ബ്രസ്റ്റ് മിൽക്ക് മാത്രം. എനിക്ക് പാല് ദൈവം തന്നിട്ടുണ്ട്, ആ പാല് മാത്രമേ എൻ്റെ കൊച്ചിന് കൊടുക്കുള്ളൂ എന്ന് ഞാൻ വാശി പിടിച്ച് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ. അങ്ങനെ അമ്മയും ഒരു പരിധി കൂടുതൽ കേൾക്കുമ്പോൾ അമ്മയും വേണമെങ്കിൽ ചിന്നു വേണമെങ്കിൽ നമുക്കൊന്ന് ഫോർമുല കൊടുക്കണോ, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ആര് പറയണു? ഡോക്ടർ പറഞ്ഞു അമ്മോട്, എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടില്ല. അറിവില്ലാത്തവരെന്തോ അറിവുണ്ടെന്ന് പറഞ്ഞ് പറയണതല്ലേ, അതെന്തായാലും ഞാൻ എടുക്കണില്ല. അത് ഞാനെടുത്ത തീരുമാനം എനിക്ക് നല്ലതായിരുന്നു, എനിക്കതങ്ങനെ തോന്നി. പക്ഷെ ഒരുപാട് പിന്നീട് ഞാൻ അറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ അപ്പം അറിവുണ്ടായിട്ടും, നമുക്കറിവുണ്ട് പക്ഷെ നമ്മുടെ ചുറ്റുമുള്ള കുറേ ടീമുകളുണ്ട്. അതായത് എന്തെന്ന് പറയാം, ഒരു വലിയൊരു വട്ടത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്തിരി എൻ്റെ വീട്ടിൽ കുറച്ച് സ്റ്റാൻഡായിട്ട് നിന്ന് സംസാരിക്കുന്നത് കാരണം, പിന്നെ എൻ്റെ വാക്ക് ശരിയാണ് എന്ന് എൻ്റെ വീട്ടുകാർക്ക് അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടും അവർ ഓക്കെ പറഞ്ഞു. അതല്ലാണ്ട് നിൽക്കുന്നവരുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസം കഴിയുമ്പോൾ തൊട്ട് പിള്ളേർക്ക് ഞെട്ടിപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നേന്ത്രപ്പഴം പുഴുങ്ങിയത് വരെ കൊടുക്കണം. 3 മാസം കഴിഞ്ഞ കിടാങ്ങൾക്ക് ഞാൻ ഉണ്ടല്ലോ, എന്താണ് ഏത് ലോകത്താണെന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. അത് വേറൊരു ടോപ്പിക്കാണ്, അതിലേക്ക് ഞാൻ എടുക്കുന്നില്ല. നമ്മൾ സംസാരിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞു വന്നതിൻ്റെ മെയിനായിട്ട് ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ അമ്മമാരെ തളർത്തുന്ന ഒരുപാട് വർത്തമാനങ്ങൾ. ആദ്യം ഈ പാലില്ല എന്നുള്ള സംഭവം, പിന്നെ ഞാൻ കേട്ടിരുന്നതാണ് കേട്ടോ, അതായത് ഹസ്ബൻഡിൻ്റെ അടുത്ത് കെടുത്തരുത് എന്നുള്ളത്. ഇതൊക്കെ ഇവിടെ നിന്ന് വന്നതാണെന്ന് പറഞ്ഞുകൂടാ. അതുപോലത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഈ ഒരു ടൈമിൽ ഒരു ഭാര്യയ്ക്ക്, അതായത് ഒരമ്മയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഹസ്ബൻഡിൻ്റെ കെയറാണ്. ആ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഒക്കെ തീർന്നു. പിന്നെ ആരെന്തോ പറഞ്ഞിട്ടും കൊച്ചു കരഞ്ഞാലും വിളിച്ചാലും ഒന്നും പ്രശ്നമില്ല. കാരണം കെട്ടിയോനടുത്ത് കൂടെ ഇങ്ങനെ നെടും തൂണായിട്ട് നിന്ന് കഴിഞ്ഞിട്ടല്ലോ, പിന്നെ ഒരു കുലുക്കുണ്ടാവില്ല. അത് ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കി ഞാൻ ഒറ്റൊരു കാര്യമാണ്.
കാരണം എനിക്കറിയാവുന്ന വളരെ ചുരുക്കം ആൾക്കാർ, അവർക്ക് ഒരു ഡെലിവറിക്ക് വരുമ്പോൾ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് കെയറിങ്, ഭയങ്കര കാര്യങ്ങളും കാര്യമൊക്കെ ആയിരുന്നു. നെക്സ്റ്റ് ഒരു ഡെലിവറി വന്നു, കുഴപ്പമില്ല. മൂന്നാമത്തെ ഒരു ഡെലിവറി വന്നു, ഹസ്ബൻഡ് പുറത്തായിരുന്നു. ശരിക്കും പോസ്റ്റ്മോർട്ടം ഭയങ്കരമായിട്ട് ആ കുട്ടീനെ എഫക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു. അപ്പോൾ വീടിൻ്റെ അടുത്ത് അവരുടെ ഫാമിലി ഭയങ്കര ഞെട്ടിപ്പോയി. കാരണം 2 പ്രസവം പ്രസവിച്ച് എനിക്കൊരു കുഴപ്പമില്ല. മൂന്നാമത്തെ വന്നപ്പോൾ കാര്യമുണ്ട്. ഹസ്ബൻഡിൻ്റെ ഒരു കെയർ അവിടെ കിട്ടിയിട്ടില്ല. ഭയങ്കരമായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ ചച്ചുമോനെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഇച്ചായൻ അതായത് ജോലി ജസ്റ്റ് ഒന്ന് മാറി. അപ്പോൾ പുതിയൊരു സ്ഥലത്ത് നമ്മൾ ജോലിക്ക് കയറുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പെട്ടെന്ന് ലീവ് എടുക്കുന്ന പരിപാടി നടക്കുന്ന കാര്യമല്ല. നമുക്ക് ലീവ് ചോദിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഞങ്ങളുടെ ഇടയിൽ വന്നു. അപ്പം കുറച്ച് നാളെ ഇച്ചാൻ എൻ്റെ അടുത്ത് മാറി നിൽക്കേണ്ടി വന്നു. അത് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ശരിക്കും ബാധിച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടാണ്ട് നമുക്ക് ഇങ്ങനെ കേൾക്കുന്ന കുറേ കാര്യങ്ങൾ, കൊച്ചിന് പാലില്ല, പിന്നെന്താ, ഇപ്പം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഓർമ്മ കിട്ടണില്ല, അങ്ങനെ കുറച്ചധികം തന്നെ കാര്യങ്ങൾ. പക്ഷെ ഉറങ്ങാത്തതിൻ്റെ ഒന്ന് മെയിൻ പ്രശ്നങ്ങളുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ അവരെപ്പോഴും കൺസേൺ ചെയ്യുന്നത് കൊച്ചിനെയാണ്. പക്ഷെ ഒരിക്കലും അമ്മേനെ ആരും ശ്രദ്ധിക്കുന്നില്ല. അതാണ് ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ വേറൊരു കാര്യം എന്നുള്ളത്. നമ്മൾ ഈ 9 മാസം അമ്മേനെ കൊണ്ട് നടന്നത് എങ്ങനെയായിരുന്നോ അതിനപ്പുറം ഡെലിവറി കഴിഞ്ഞാൽ അമ്മേനെ ശ്രദ്ധിക്കണം. കൊച്ചിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അമ്മേനെ നമ്മൾ 100% ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ കൊച്ചിനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അമ്മ നോക്കിക്കോളും കൊച്ചിനെ. കാരണം കൊച്ചിന് ആവശ്യമുള്ളത് എന്താ? പാല്. 2 മണിക്കൂർ ഇടവിട്ടാൽ ഇത്തിരി പാല് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉറങ്ങിക്കോളും. ആ പാല് വളരെ കൃത്യമായിട്ട് ഭയങ്കര ഹെൽത്തി ആയിട്ട് കിട്ടണമെങ്കിൽ അമ്മയുടെ ഹെൽത്ത്, ചുറ്റുമുള്ളവർ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ള ഹെൽത്ത് അല്ല, മാനസികമായിട്ടും അത് ഫുൾ ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നന്നായിട്ട് കൊച്ചിന് ബ്രസ്റ്റ് മിൽക്ക് കിട്ടും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. കൊച്ചി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അമ്മ ടെൻഷൻ അടിച്ച് വിഷമിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ബ്രസ്റ്റ് മിൽക്ക് ആ കുഞ്ഞുവാവയ്ക്ക് കിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനെ പറ്റി എനിക്ക് കുറേ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാറില്ല. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞത്. 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതിനേക്കാൾ കൂടി എന്ന് എനിക്കറിയാം. ഇത് ശരിക്കും 10 മിനിറ്റിൽ പറഞ്ഞ് തീരാവുന്ന ഒരു കാര്യം അല്ല എന്ന് എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അറിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാനിത് എൻ്റെ എക്സ്പീരിയൻസ് എന്നിട്ട് പറയുമ്പോൾ അത്രയും കുറച്ചൊന്ന് ചുരുക്കാം എന്ന് മാത്രം. കാരണം ഇത് വലിയ സ്റ്റോറിയാണ്. ശരിക്കും നമുക്കൊരു ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. ശരിക്കും അതായത് ഇപ്പം മെയിനായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടല്ലോ, ഇനി ഞാൻ പറയുന്നത് ഭർത്താക്കന്മാരോടാണ്. ഭർത്താക്കന്മാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് നിങ്ങളുടെ ഭാര്യ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരോട് നമ്മളെപ്പോഴും അവർക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു പരിഗണന എന്ന് പറയുന്നത് അവർക്ക് കുറേ വർത്താനം പറയാനുണ്ടാവും. അതിങ്ങനെ കേൾക്കാം. അവർ പറയുന്നത് ഫുൾ ചേട്ടാ ഞാൻ ലേബർ റൂമിൽ പോയപ്പോൾ അവിടെ അങ്ങനെ ഉണ്ടായി, ഇവിടെ ഇങ്ങനെ ഉണ്ടായി, സിസ്റ്റർ ഇവിടെ അങ്ങനെ ചെയ്തു, എന്നാലും പിന്നെ ഇനിയിപ്പോൾ സിസേറിയനാണ് കിട്ടിയത്, എന്നാലും ചേട്ടൻ എനിക്ക് സിസേറിയൻ കിട്ടിയില്ലല്ലോ. നീ അപ്പം തന്നെ ഭർത്താവ് പറയും, നീ ഇതിനെ വിഷമിക്കുന്നത് നമുക്ക് കുഞ്ഞുമാവനെ കിട്ടിയില്ലേ. മനസ്സിലായോ? സിസേറിയൻ കഴിഞ്ഞ് വരുന്ന ഏതൊരു അമ്മയ്ക്കുള്ള വിഷമം, എന്നാലും എനിക്ക് നോർമലി കിട്ടിയില്ലല്ലോ ചേട്ടാ എന്നുള്ളതായിരിക്കും. അപ്പം നമ്മൾ പറയേണ്ടത് വിട്ടുകളാം, ഘട്ടത്തിൽ നമുക്ക് നോർമൽ നോക്കാം. എത്രയോ കേസ് അങ്ങനെ ആദ്യത്തെ ഡെലിവറി CS കഴിഞ്ഞിട്ട് നോർമൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആശ്വസിപ്പിച്ചാൽ മാത്രം മതി. അപ്പം നമ്മൾ പറഞ്ഞത് ഭർത്താക്കന്മാരോടുള്ള കാര്യങ്ങളാണ്. ഭർത്താക്കന്മാരുടെ ഒരു പ്രധാന ഒരു കർത്തവ്യം എന്ന് പറയുന്നത് പറ്റുവാണെന്നാണെങ്കിൽ ലീവ് എടുക്കാം. ആ ഒരു മാസം നിങ്ങൾ ലീവ് എടുക്കുക, ഭാര്യയുടെ കൂടെ നിൽക്കുക. ഇപ്പോൾ ഒരുവിധം അത്യാവശ്യം നല്ല ഹോസ്പിറ്റൽസിലൊക്കെ നമുക്ക് ലേബർ റൂമിൽ കയറാം. CS മാത്രമാണ് കയറാൻ പറ്റാത്തതുള്ളൂ. ലേബർ റൂമിൽ കയറാം, ആ ഒരു പെയിൻ മനസ്സിലാക്കാം. ആ നേരത്ത് നിങ്ങളുടെ ഒരു പ്രസൻസ് ഉണ്ടല്ലോ, സുന്ദരമായിട്ട് പ്രസവിക്കാൻ പറ്റുമെന്നാണ് എന്നോട് പല എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞേക്കുന്നത്. അപ്പം ഭർത്താവ് കൂടെ ഉണ്ട്, നമ്മുടെ സങ്കടം അവർ കാണുന്നുണ്ട്. ചില ഭർത്താക്കന്മാർ നിന്ന് കരയണുണ്ട്. അവരുടെ കരച്ചിൽ കാണുമ്പോൾ ഈ വേദന ഒന്നുമല്ല എന്ന് തോന്നിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പം ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കയറി ചെല്ലാം ലേബർ റൂമിലേക്ക്. നമുക്കിപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പറ്റുകയാണെങ്കിൽ അങ്ങനത്തെ ഹോസ്പിറ്റൽസൊക്കെ തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം തന്നെ ഡോക്ടറോട് പറയാം എനിക്ക് ഇങ്ങനെ കയറണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഡോക്ടർമാർ അതിനുള്ളത് നമുക്ക് ചെയ്തു തരും. അങ്ങനെ കയറാം. ലീവ് ഭാര്യയുടെ കൂടെ ഇരിക്കുക. ജോലി റിസൈൻ ചെയ്യാനല്ല അവിടെ പറയണേ. പറ്റുവാണെന്നാണെങ്കിൽ ലീവ് എടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട, ജോലിക്ക് പൊക്കോ. തിരിച്ച് വന്നതിന് ശേഷമുള്ള ആ ഒരു ടൈം രാത്രി അവനൊക്കെ കൂടെ നിൽക്കാം ഭാര്യയുടെ കൂടെ. നമുക്ക് ഒരുവിധം എല്ലാ സ്ത്രീയും ഇരുന്നുകൊണ്ടാണ് പാല് കൊടുക്കുക. ഇങ്ങനെ പാല് കൊടുക്കുമ്പോൾ ഇങ്ങനെ തൂങ്ങിപ്പോവും. പക്ഷെ ഒരാളിവിടെ ഷോൾഡർ വെക്കാനായിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ്. എനിക്ക് എൻ്റെ ഇച്ചായൻ വന്ന സമയത്തൊക്കെ ഞാൻ ചാരി കിടന്നിട്ടൊക്കെ ഞാൻ ഫീഡ് ചെയ്തിരുന്നത്. ആ ഒരു സമയത്ത്
എനിക്കും കുട്ടിക്കും ഒരുപോലെ ആ ഒരു പ്രസൻസ് കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഞാൻ ഹാപ്പി, അതായത് അമ്മ ഹാപ്പി ആയിട്ടിരുന്ന ഓൾറെഡി നമ്മൾ കൊച്ചും ഹാപ്പിയാണ്. അപ്പോൾ എല്ലാ അപ്പന്മാരോടും ഭർത്താക്കന്മാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടി ഹാപ്പി ആയിട്ടിരിക്കണോ, ഹെൽത്തി ആയിട്ടിരിക്കണോ, ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഹാപ്പി ആക്കണം. അപ്പോൾ എല്ലാ സംഭവവും ഓക്കെ ആണെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. നമ്മുടെ പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞ സാധനമേ വരില്ല. അതുപോലെ പണ്ട് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ. അതായത് നമുക്കിപ്പോൾ നാട്ടിൻപുറത്തുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് സിറ്റി ലൈഫ് എങ്ങനെയാണെന്ന് എനിക്ക്, കാരണം ഞാൻ എൻ്റെ രണ്ട് ഡെലിവറിയും ഒരു നാട്ടിൻപുറത്തായിരുന്നു. സിറ്റിയിൽ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യണേ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അതിപ്പം എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലായിടത്തും കോമൺ ആണ്. വീട്ടിൽ നിന്ന് പുറങ്ങാൻ 28 വരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. പിന്നെന്താ, പള്ളിയിൽ പോകാൻ പാടില്ല. ഞാൻ ക്രിസ്ത്യൻ ആയതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ. പള്ളിയിൽ പോകാൻ പാടില്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പ്രശ്നമുള്ള കാര്യങ്ങളല്ല ഇനി അങ്ങോട്ടേക്ക്. അപ്പം പിന്നെ നമുക്ക് പോസ്റ്റ്മോർട്ടം, ഇപ്പം ഞാൻ ഭർത്താക്കന്മാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് വളരെ ചുരുക്കി പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് എനിക്ക് അമ്മമാരോടാണ്. അതായത് പോസ്റ്റ്മോർട്ടം നമ്മളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു നമുക്കറിയാനായിട്ട് നമ്മളെ തന്നെ ഒന്ന് നിരീക്ഷിക്കാം. മുമ്പ് ഉണ്ടായിരുന്ന പോലെയാണോ ഞാനിപ്പോൾ ചെയ്യുന്നത്? എനിക്ക് ദേഷ്യം ഒരു പിടി കൂടുതലാണ്. പിന്നെ കരച്ചിൽ ഒരാവശ്യമില്ലാണ്ട് ഞാനിരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയോ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 3 കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഒരു പടി അങ്ങോട്ട് കടന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ സെൽഫ് മോട്ടിവേറ്റർ ആവണം. അതായത് നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ ഹാപ്പിയാക്കാൻ ഭൂമിയിൽ വേറെ ആരുണ്ടെങ്കിലും അതിനേക്കാൾ വലുതാണ് നമ്മൾ. മനസ്സിലായോ? എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യം എന്താണെന്ന് എനിക്കുള്ളൂ. ഞാൻ എന്ത് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്നെ എന്ത് ചെയ്യുമ്പോഴാണ് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുക, ആ ഒരു കാര്യം മാത്രം ഞാൻ ചെയ്യാം. ഞാൻ ചെയ്തിരുന്ന കാര്യം, എനിക്ക് യോഗ അത്യാവശ്യത്തിനൊക്കെ എൻ്റെ മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കും. യോഗ ചെയ്തിട്ടുണ്ടായിരുന്നു. പാട്ട് കേൾക്കും. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പാട്ട് കേൾക്കും, യോഗ ചെയ്യും. പിന്നെ എനിക്ക് പിള്ളേരുടെ നമ്മൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ബാക്കി കാര്യങ്ങളിങ്ങനെ ആലോചിക്കില്ല, അങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, ആരെങ്കിലുമൊക്കെ പിടിച്ചിട്ട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ എനിക്കിതൊന്നും മനസ്സിലായില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. ചുച്ചുമോനെ ഡെലിവറി കഴിഞ്ഞ് ഒരു 9 മന്തൊക്കെ ആയപ്പോഴാണ്. അതുവരെ ഞാൻ ഈ പറഞ്ഞ മാതിരി എവിടെയെങ്കിലും മൂലയ്ക്ക് പോയിരുന്ന് കരയാം, എന്തൊക്കെ നിസ്സാര കാര്യം ഞാൻ ദേഷ്യപ്പെടാം. അപ്പോൾ ഓൾറെഡി എനിക്ക് പണ്ടേ ദേഷ്യമുള്ള കാര്യം എൻ്റെ അമ്മ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ വീട്ടുകാർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ദേഷ്യമുള്ളതാണല്ലോ, അതാണ് ഈ കാണിക്കുന്നത്. പക്ഷെ അതായിരുന്നില്ല, എനിക്ക് പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്നുള്ളത് വളരെ വൈകിയാണ് നമ്മുടെ ഫാമിലിയും ഞാനും തിരിച്ചറിഞ്ഞത്. ഫാമിലിയെ നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം അവർക്കറിയില്ല, അവരിതൊക്കെ കണ്ടുവരുന്നേ ഉള്ളൂ. പക്ഷെ ഇനി ഇപ്പോൾ ഒരുപാട് പേരായല്ലോ, ഇനി അങ്ങോട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു കുറ്റപ്പെടുത്താനുള്ളൊരു കാര്യമല്ല. പക്ഷെ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന കൂടുതൽ കെയർ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പോസ്റ്റ്മോർട്ടം ഉണ്ടാവില്ല എന്നുള്ളത് ഒരു വലിയൊരു സത്യാവസ്ഥയാണ്. അമ്മയ്ക്ക് കൊടുക്കേണ്ട ഒരു കെയർ അമ്മയ്ക്ക് തന്നെ കൊടുക്കണം. അതുപോലെ ഞാൻ വണ്ണം വെച്ചപ്പോൾ ഭയങ്കരമായിട്ട് ബോഡി ഷേമിങ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇനി ഞാൻ പറയുന്നത് വേണമെങ്കിൽ ഞാൻ വേറൊരു ടോപ്പിക്കായിട്ട് എടുക്കാം. എങ്ങനെയാണ് എൻ്റെ വണ്ണം കുറച്ചെന്നുള്ളത്. നല്ല വണ്ണം ഉണ്ടായിരുന്നു എനിക്ക്. അവിടെ നിന്ന് ഞാൻ പണ്ടത്തെ കോലത്തിലേക്ക് എത്തിയത് ഭയങ്കരമായിട്ട് ഞാൻ കഷ്ടപ്പെട്ട് തന്നെയായിരുന്നു. അത് നമുക്ക് വേറെ നെക്സ്റ്റ് ഒരു വീഡിയോ അത് ചെയ്യാം. ഇപ്പം നമ്മൾ പോസ്റ്റ്മോർട്ടത്തിനെ പറ്റിയാണല്ലോ പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് തന്നെയാണ്. ശരിക്കും ഭർത്താക്കന്മാർ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനപ്പോൾ എനിക്ക് ഇതിങ്ങനെ ഉണ്ടായതുകൊണ്ട് അതിന് ശേഷം എൻ്റെ ഫ്രണ്ട്സ് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവരുടെ ഹസ്ബൻഡ്സിന്, നമുക്കിങ്ങനെ കോമൺ ആയിട്ട് അറിയാവുന്ന ഹസ്ബൻഡ്സിന് അറിയാവുന്ന കുറച്ച് ടീമുകളുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് മെസ്സേജ് ചെയ്യും, ഇങ്ങനെ പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, നമ്മുടെ ഫാമിലിയിൽ ആർക്കും ഇതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല കേട്ടോ ചേട്ടാ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഹസ്ബൻഡ്സിനൊക്കെ ഞാൻ ചേട്ടൻ തന്നെ വിളിക്കും, ചേട്ടൻ ഒന്ന് ഹാൻഡിൽ ചെയ്യണം, ചേട്ടനേ പറ്റുള്ളൂ, കാരണം ചേട്ടൻ അവളുടെ കൂടെ ഇരുന്ന് അവളെ നോക്കിയാൽ തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ, പോസ്റ്റ്മോർട്ടത്തിലേക്ക് അവളെ കടത്തി വിടരുത് എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പം ചേട്ടൻ എനിക്ക് പേഴ്സണൽ വിളിച്ചേക്കാം, ജസ്റ്റിൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്തൊക്കെയായിരുന്നു ജസ്റ്റിനൊക്കെ ഉണ്ടായിരുന്നത്? ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, കുറച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചു. എനിക്ക് എന്തോ ദൈവഭാഗ്യത്തിന് എനിക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നില്ല, ഞാൻ തന്നെയാണ് ഇത് മനസ്സിലാക്കിയത്, ഇത് പോസ്റ്റ്മോർട്ടമാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഫാമിലിയോട് പറഞ്ഞു. അങ്ങനെ എല്ലാവരും
ഇതിനെപ്പറ്റി നമുക്ക് കുറച്ച് ഫാമിലി ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഒരു ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവരോടൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തപ്പം അവർ പറഞ്ഞു ഇത് ഇങ്ങനെ ഒരു സംഭവം ഉള്ളതാണ്, പക്ഷെ നമ്മളാണ് കൂടുതൽ കെയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടൻ കെയറിങ് ആണ് നമുക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അത് ചേട്ടൻ്റെ കെയറിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എങ്ങനെയാണ് അവളുടെ കൂടെ അധികം നേരം ഇരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ കേട്ടപ്പോൾ ഓക്കെ ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. ആ ചേട്ടൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ചേട്ടൻ പെട്ടെന്ന് തന്നെ അവളെ ആളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടാണെന്നാണ് പിന്നെ ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതൊക്കെ നമ്മൾ അതുപോലെ വേറെ ഫ്രണ്ട്സും എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിച്ചതല്ല, നമ്മുടെ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നത്. അവർ പറഞ്ഞിരുന്നത് എനിക്ക് കൊച്ചിനെ എടുത്ത് എനിക്ക് ചാടി ചാവാൻ വരെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷേ ഇതിങ്ങനെയൊക്കെ ചിന്തിക്കാൻ മാത്രം അത്രയ്ക്കും ഭയാനകം തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന സംഭവം. എന്തോ എനിക്ക് അത്രയ്ക്ക് ആ ഒരു സ്റ്റേജിലേക്ക് തമ്പുരാൻ എന്നെ എത്തിച്ചില്ല. ഓക്കെ, അപ്പോൾ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചുരുക്കമാണ്, നമ്മുടെ കുഞ്ഞിപ്പേണ് അലമ്പാക്കും ഇനി. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഡെലിവറി കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് അമ്മമാർ ആത്മഹത്യ ചെയ്യാം, പിള്ളേരെ കൊല്ലാം, ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ ഒരു ആൾക്കാർ ഇപ്പോഴും കുറ്റം പറയുന്നത് അമ്മേനെയാണ്. എന്ത് കാര്യത്തിനാണ് പിന്നെ അവൾ പ്രസവിച്ചത്? അവൾക്ക് നോക്കാൻ പറ്റില്ല, അവനെ പ്രസവിച്ച്, ഇതാണ് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുന്നില്ല. പലപ്പോഴും അതിൻ്റെ ആ അമ്മയുടെ ചുറ്റുമുള്ളവരാണ് ഇതിന് കാരണക്കാർ എന്നുള്ളത് ഒറ്റ ആൾക്കാർ ചിന്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഇപ്പം ഞാനിപ്പോൾ ഈ അടുത്ത് ഞാൻ കേട്ട കേസ് എന്ന് പറയുന്നത്, കൊച്ചിൻ്റെ 28ൻ്റെ അന്ന് അമ്മ ബാത്റൂമിൽ ആത്മഹത്യ ചെയ്തു എന്ന് ഞാനിങ്ങനെ കേട്ടു. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തി ഒരു പെണ്ണ് തന്നെയാണ്. ആ പെണ്ണ്, ആ സ്ത്രീ എന്നോട്, ആ ചേച്ചി എന്നോട് ഇങ്ങനെ പറയായിരുന്നു, എന്നാലും അവൾ എന്തിനാ പ്രസവിച്ചേ? ഇത്രയും വേദന സഹിച്ച് പ്രസവിച്ചോ കൊച്ചിനെ നോക്കാനായിട്ട് അവൾക്ക് പറ്റാണ്ട് അവൾ പോയില്ലേ? ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഇത് പറയണത് ഒരു പെണ്ണ് തന്നെയാണ്. ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു പെണ്ണ് സഹിക്കുന്ന ഒരു വേദന, ആ ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയ ഒരു പെണ്ണ് തന്നെയാണ് ഇതിനെപ്പറ്റി സംസാരിക്കണത് എന്നുള്ളതാണ് എനിക്ക് അതിശയം ഉണ്ടാക്കിയ ഒരു കാര്യം. ഇപ്പോൾ യൂട്യൂബ് വീഡിയോസിലാണെങ്കിലും ഞാൻ ഈ പോസ്റ്റ്മോർട്ടത്തിനെ പറ്റി കാണുമ്പോൾ ഒക്കെ ഞാൻ അതിൻ്റെ കമൻസ് നോക്കാറുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ കേൾക്കുന്നതും അത് തന്നെയാണ്. ഈ പെൺകുട്ടികളെ കുറ്റപ്പെടുത്താനായിട്ട് പെണ്ണുങ്ങൾ തന്നെ കൂടുതലുള്ളത് സത്യാവസ്ഥ തന്നെയാണ് കേട്ടോ. അത് എക്സ്പീരിയൻസ് ചെയ്തിരുന്നാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന കുട്ടീനെ കാണാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ പോവുക, കാണാം, എന്തെങ്കിലും സന്തോഷത്തിൽ സംസാരിക്കുക എന്നല്ലാണ്ട് നമ്മൾ കുത്തി നോവിക്കാണ്ടിരിക്കുക. നിങ്ങളാ ചെയ്യുന്ന ഒരു നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന ചെറിയൊരു കാര്യം മതി ആ കുട്ടിയുടെ ജീവിതം നശിപ്പിച്ച് കളയാനായിട്ട്. മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പോസ്റ്റ്മോർട്ടത്തിനെ പറ്റി എനിക്ക് പറയാനുള്ള കാര്യം. നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനുണ്ടെന്നാണെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.